ഉണ്ണിക്കണ്ണ, നീ വിജയുടെ ഫോട്ടോയും ഇതൊക്കെ തൂക്കിയിട്ട് ഈ വെയിലും കൊണ്ട് തിയേറ്ററൊക്കെ കയറി ഇറങ്ങി. ഈ പ്രായത്തിലും എന്താ അതുകൊണ്ട് ഗുണം ഉണ്ണിക്കണ്ണ? ഗുണം കണ്ടില്ലേ? രാവിലത്തെ ഒരു എന്താ പറയുക, ഒരു ഇളക്കിമറി കണ്ടില്ലേ? എനിക്ക് വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കണം. എന്നാ വലിയ ഉപകാരം. അതാണ് എൻ്റെ ആഗ്രഹം. ഈ കളയുന്ന സമയം ഉണ്ടെങ്കിൽ വല്ല ജോലിക്ക് പോകൂടെ ഉണ്ണിക്കണ്ണ? ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലമായിട്ടുള്ളൂ. ശരിയാണ്. ഉണ്ണിക്കണ്ണൻ ഇന്നലെ രാത്രി ഇവിടെ എത്തുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങുന്നു. ഈ സമയം വരെ ഞാൻ ഉണ്ണിക്കണ്ണനെ കാണുന്നവരെ ഉണ്ണിക്കണ്ണൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് എന്തിനാ ഉണ്ണിക്കണ്ണ ഇത്രയും? അതെ, വിജയ് ഇപ്പൊ എന്ത് തന്നിട്ടാ ഉണ്ണിക്കണ്ണ? നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ പണിക്ക് പോകണില്ല പറഞ്ഞല്ലേ? ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ നാളെ നേരെ പോണത് അവിടെ പണി ഏറ്റിട്ടാണ്. എൻ്റെ കൂടെ വന്നിട്ട് ഒരു ദിവസം കൈക്കോട്ട് പണിക്കോ, ഒരു ദിവസം കരിങ്കല്ല് പണിക്കോ, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റുമോ? അങ്ങനെ പറയരുത്. ഈ തടി വെച്ചിട്ട് എല്ലാ പണിയെടുക്കുക. ഈ പറയണവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല. ഉണ്ണിക്കണ്ണനും വീട്ടുകാർക്കും അടുത്തുള്ളവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് എന്താന്ന്. അതുകൊണ്ടാണ് വിജയണ്ണൻ്റെ പിറന്നാളിന് എനിക്ക് ചോറ് കൊടുക്കാനും പുതപ്പും നെയ്റ്റിയും കൊടയും മുണ്ടും ഇതൊക്കെ കൊടുക്കാനും പൈസ ഉണ്ണിക്കണ്ണ എനിക്ക് അവിടെ വീട്ടിൻ്റെ അവിടെയുള്ള ടീച്ചർമാർ, അവിടുത്തെ ബാങ്കിലുള്ളവർ, പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവർ പൈസ തന്നത് കുറേ പൈസ തന്നാലും 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. മംഗലം ഡാമിൽ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ശക്തിയായിരുന്നു എനിക്ക്. അതിന്ന് വന്നു. ഇപ്പോൾ പണി ഇത്തിരി ഒരു ലേശം കുറവാണ്, മഴയൊക്കെ ആയത്. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ മൻസൂറാണ് എനിക്ക് പൈസ തന്നത്, തിരുവനന്തപുരത്തുള്ളത്. അപ്പോൾ ഈ മൻസൂർ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താണ് രക്ഷപ്പെടാൻ പോകുമ്പോൾ തന്നാണ്. അങ്ങനെയല്ല. ഞാൻ ചളിയിൽ കുഴിയിൽ ഒന്നുമില്ലാണ്ട് ഞാൻ കിടന്നപ്പോൾ അന്ന് ആ ചളി കുഴിയിൽ നിന്ന് എന്നെ പിടിച്ച് പൊക്കുന്നതും അതും നമ്മുടെ ഫ്രണ്ട് നേരെയാകുമ്പോൾ വരുന്നത് അത് രണ്ടും 2 തരമുണ്ട് ഫ്രണ്ടിൽ. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഞാൻ ചളിക്കുഴി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറാൻ പറ്റാണ്ട് കിടക്കുമ്പോൾ ആ കൈത്താങ്ങ് തന്ന്, ഇന്നും എനിക്ക് കൈത്താങ്ങ് തരേണ്ട അന്നും ഉണ്ട്. ചെന്നൈ പോകാനാണെങ്കിൽ പൈസ തന്നു. അതൊക്കെ ഇതൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് പണി ഉണ്ടാകുമ്പോൾ. അവന് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ്. അടിപൊളി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ എത്രയോ പേരാ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉണ്ണിക്കണ്ണന് ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹമാണ് അല്ലാന്ന് പറയുന്നില്ല, പക്ഷേ അത് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കും. പക്ഷേ ഇത് ഇത്രയും ഉറക്കവുമില്ല, ഊണുമില്ല, ഒന്നുമില്ല, ആളുകളുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. അത് ഞങ്ങൾ ഒരു എന്താ ഒരു സ്നേഹം, ഒരു കൂട്ടൊരുമയാണ്. അവനും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ടാണ് അവൻ തന്നത്, അല്ലാണ്ട് ഞാൻ അവനെ കൊണ്ട് താന്ന് പറഞ്ഞല്ലേ. എൻ്റെ വിഷമം കണ്ടിട്ട് ഏത് സമയത്തും ഞാനിങ്ങനെ മാനത്ത് വീട്ടിൽ കിടന്ന് മുകളിൽ നോക്കി വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് അവൻ വിളിക്കുമ്പോൾ, നീ എന്തിനാ ഉണ്ണിക്കണ്ണ വിഷമിക്കണം? ഒന്നും വിഷമിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും, കഷ്ടപ്പെടണ്ട എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് ചളിക്കുഴി കിടക്കുമ്പോൾ അന്നും അവൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, കുറേ നേരം സംസാരിക്കും. ഇന്നും ഉണ്ട്. അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. അത് പൈസൻ്റെ ഒരു 4 ആളെ അറിയുന്നത് കൊണ്ട് അങ്ങനെയല്ല. നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ഓലപ്പേരയിൽ കിടക്കുമ്പോൾ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ഇതാണെങ്കിൽ, ഓലപ്പേരയിൽ കിടക്കുന്ന ഒരിതും നമ്മളിപ്പോൾ ഒരു ടെറസ് വീട് കെട്ടുമ്പോൾ കാശുള്ളവിടെ ഇല്ല, അങ്ങനെയല്ല. അന്ന് നമ്മൾ കഷ്ടപ്പാടുന്ന് നമ്മുടെ കൂടെ വരുന്ന അവരാണ് യഥാർത്ഥ ഫ്രണ്ട്. ഞാൻ എല്ലാവരും മോശമായിട്ട് പറയില്ല, അങ്ങനെ ഒരു തന്നെ. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊന്നും ഞാനായിട്ട് ചോദിച്ച ചോദ്യങ്ങളല്ല. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കമൻസ് ആണെങ്കിലും, ഞാൻ ഇതിനു മുന്നേ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടാണെങ്കിലും ഭയങ്കര തെറിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ, അല്ലാതെ ഞാനായിട്ട് ചോദിച്ച ചോദ്യങ്ങളല്ല.